ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസ്വാജിഹി ദുർരിയ്യാത്തി വഅഹ്ലി ബൈത്ത് കുല്ലി അസ്ഹാബത്തി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യനായ ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠനായ ലോകമാദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർകൾ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട MLA, CP അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഒരുപാട് ആളുകളുടെ ഒരു പേരോടക്കമുള്ള ഒരുപാട് ആളുകളുടെ സയ്യിദന്മാരുടെയും പണ്ഡിത വരേണ്യരുടെയും സദസ്സാണ്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ കുറേ സമയം എനിക്കാണെങ്കിൽ 2:30 മുമ്പ് കൊച്ചിയിൽ എത്തേണ്ടത് കൊണ്ട് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ 1 മണിക്കെങ്കിലും പോകാൻ എന്നെ അനുവദിക്കണം എന്ന്. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുവാനും നിങ്ങളെ കാണാനും നിങ്ങളുമായി മുശാവറത്ത് ചെയ്യുവാനും ഇതിലൊരു ഭാഗവാക്കാകുവാൻ സാധിച്ചില്ല. അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I have to congratulate the architect of this gate because ഇതിലൊരുപാട് അർത്ഥങ്ങളുള്ള ഒരു ഗേറ്റാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ അതിന് സ്വാഗതം പ്രസംഗിച്ച എൻ്റെ കൊച്ചനുജൻ പറഞ്ഞ മാതിരി, ഇത് സമാധാനത്തിൻ്റെ വാതിലാണ്, ഇത് സംസ്കാരത്തിൻ്റെ വാതിലാണ്, ഇത് പാണ്ഡിത്യത്തിൻ്റെ വാതിലാണ്, ഇത് രാജ്യസ്നേഹത്തിൻ്റെ വാതിലാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ അഭിമാനമുള്ള വാതിലാണ്. നാം ബഹുമാനപ്പെട്ട ഉസ്താദ് ജോർദാനിൽ വെച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പോകാൻ അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ നിസ്കരിക്കാൻ പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചു ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനമുണ്ടാവേണ്ടവരാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ UAEയുടെ അനിഷേധ്യനായ നേതാവ്, അറേബ്യൻ പെനിൻസുലയുടെ നേതാവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവർകളായിരുന്നു വിശിഷ്ടാതിഥി. അപ്പോൾ നമ്മുടെ രാജ്യത്തോടും രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിലെ സംവിധാനങ്ങളോടും ആദരവും ബഹുമാനവും എപ്പോഴും കാണിക്കേണ്ടവരാണ് നാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മർക്കസിൽ സമാധാനം വേണം, ഈ ഗ്രാമത്തിൽ സമാധാനം വേണം, നമ്മുടെ വീടുകളിൽ സമാധാനം വേണം, നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം. ഗൾഫിൽ താമസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവരുടെ വീടുകളിൽ സമാധാനവും അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന രാജ്യത്തും അവരുടെ ഗ്രാമത്തിലും സമാധാനം വേണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഏതാണ്ട് UAEയിലെ 28 ലക്ഷം കൂടാതെ ഒട്ടാകെ 55-60 ലക്ഷം ജനങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുകയാണ്. ഈ രാജ്യത്ത് പല ഞാമത്തും ബർക്കത്തും റഹ്മത്തും ഈ രാജ്യത്തേക്ക് ഒഴുകി വന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അതിനുള്ള സൗകര്യം ചെയ്തു തന്ന, അവിടെ വരുവാനും ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ രാജ്യത്തേക്ക് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാല ഹൃദയരായ ഗൾഫ് ഭരണാധികാരികൾക്ക് അള്ളാഹു ബർക്കത്തും ഞാമത്തും ഖൈറും ഇസ്സത്തും ആഫിയത്തും സമാധാനവും ഇനിയും സമ്പത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് എന്നെ ഒരു ഷെയ്ഖിൻ്റെ മജ്ലിസ് പുറത്ത് കാത്തിരിക്കുകയാണ് മണിക്കൂർ കണക്കിന് അദ്ദേഹത്തെ കാണാനും വേണ്ടി. ഞാൻ എപ്പോഴും അത് പല സ്ഥലങ്ങളിലും എടുത്ത് പറയാറുണ്ട്. എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ നിങ്ങളെപ്പോലെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ സുഖകരമായി വരുവാനും പഠിക്കാനും അറിവ് നേടുവാനും അതിൽ നിന്ന് ആ അറിവിൽ നിന്ന്
നിങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുവിൻ്റെ മണിക്കൂറുകണക്കിന് കാത്തിരുന്ന് അവരോട് മർക്കസിനെപ്പറ്റി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും റെക്കമെൻഡേഷൻ പലരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അതെടുത്ത് അവരെ സന്തോഷിപ്പിച്ച് കെട്ടിപ്പിടിച്ച് വയർന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ആ സത്യം ഞാൻ എവിടെയും തുറന്നു പറയാറും ഭരണാധികാരികളോടും ഞാൻ പറയാറുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സമാധാനത്തിൻ്റെ ഗേറ്റാണ്, രാജ്യസ്നേഹത്തിൻ്റെ ഗേറ്റാവണമെന്ന് പറഞ്ഞത് നമ്മ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉസ്താദ് എപ്പോഴും ജോർദാനിൽ പോയിട്ടും പറഞ്ഞത് അതാണ്. നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെയും സംസാരിച്ചത്. നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനികളാകണം. ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ നാം ഭാഗവാക്കാകണം. ഭരണഘടനയുടെ കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെപ്പോഴും നമ്മൾക്കെല്ലാവർക്കും ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിനും ഇനിയും സമാധാനവും ബർക്കത്തും ഞാമത്തും ഹൈറും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം എവിടെ ചെന്നാലും ആ റെസ്പെക്റ്റ്. നീ എവിടെ നിന്നാണ്? ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെവിടെ? കേരള. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് പോകുമ്പോൾ പറയുമ്പോൾ ചോദിക്കും, ഇന്ത ആറബ് ഷെയ്ഖ് അബൂബക്കർ. ഞാൻ പറഞ്ഞ് അത് മുഹിബ്ബുമല്ലല്ലേ, അതാണ് പണ്ഡിതന്മാർ. ലോകത്തിലെമ്പാടും അദ്ദേഹം പോയി സംസാരിക്കാറുണ്ട്. ജോർദാനിൽ പോകാറുണ്ട്, ഈജിപ്തിൽ പോകാറുണ്ട്, മൊറാക്കോയിൽ പോകാറുണ്ട്, അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കാറുണ്ട്, UAE അല്ലെങ്കിൽ ഗൾഫിൽ അദ്ദേഹം പോകാറുണ്ട്. അതാണ് ഇന്നിവിടെ നടത്തിയ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ദുബായ് ഭരണാധികാരിയും വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ സഹോദരി മരണപ്പെട്ടപ്പോൾ അതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ആ രാജ്യത്തിനോട് നാം നന്ദി വേണം, അതിൻ്റെ ഭരണാധികാരികളോട് നന്ദി വേണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ഡേയുടെ ഗസ്റ്റാക്കി. അതൊരു അഭിമാനമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക്. ഗൾഫിൽ ജീവിക്കുന്നവർക്ക് അഭിമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് അവസാനം യാത്ര പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ പിടിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു അങ്ങനെ കേരളത്തിൽ പോയി കുറച്ച് ചെറിയ കാര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു, യുവർ ഹൈനസ് വി ആർ പ്രൗഡ് ദാറ്റ് യു ബി ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദിസ് റിപ്പബ്ലിക് ഡേ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ, ലോകം തന്നെ എക്കണോമിക് പവറായി നാം ഉടനെ തന്നെ മാറാൻ പോകുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഗസ്റ്റായി വന്നു എന്നുള്ളതിൽ ഗൾഫിൽ ജീവിക്കുന്ന UAE ജീവിക്കുന്ന 26 ലക്ഷം ജനങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭിമാനമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാം എപ്പോഴും ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ രീതിയിൽ, ആ രാജ്യം വളരാൻ വേണ്ടി, ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിൽ വേണ്ടി, കാരണം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായാൽ മാത്രമേ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സന്തോഷകരമായി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധ്യമുള്ളൂ. അവർക്ക് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. അറിവ് നേടിയാൽ ലോകത്തിൻ്റെ എവിടെയും പോയി ജോലി ചെയ്യാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ. ആയതുകൊണ്ട് മർക്കസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും, അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഗേറ്റ് വേറൊരു സ്ഥലമാണ്, ഈ സ്ഥലത്തിന് എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞ് ആ സ്ഥലം സ്കൂളുണ്ടായിരുന്നു, പൊളിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പൊളിച്ചതിന് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം ഗേറ്റ് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കിത്തരും. ആയതുകൊണ്ട് അല്ലാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും, എൻ്റെ മാതാപിതാക്കളടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ. ലോകത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്ത് അവർക്ക് വിചാരണ കൂടാതെ സ്വർഗം കൊടുക്കട്ടെ. ആമീൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഔദാര്യങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിനും എൻ്റെ നിർഘമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ നമ്മളെല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ
ഈ അറിവിൻ്റെ കവാടത്തിലേക്ക് കടക്കാനുള്ള ഈ കവാടം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ നാട്ടിൽ നിന്ന് ഉമ്മർ ഹാജിയുണ്ട്. അദ്ദേഹവുമായിട്ട് ഉസ്താദ് ഒരു ഫോട്ടോ ഒരുമിച്ച് ഇവിടെ നിന്നെടുക്കണം. ഇന്നലെ മിനിയാന്ന് ഞാൻ ജുമാക്ക് എന്നപ്പോൾ അദ്ദേഹത്തോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ട് നേരത്തെ ഞാൻ അവിടെ വന്ന് കെട്ടിപ്പിടിച്ചത് ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ വരികയും ഞാൻ പുറത്ത് പോകുമ്പോഴത്തേനാലും അവിടെ ജമാഅത്തായി മഗ്‌രിബും ഇശയും തറാവീഹും ഖിയാമുല്ലൈലും ഒക്കെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു മുതഅല്ലിമാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടും. എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഞാൻ മർക്കസിലെ പോകണമെന്ന് വെച്ചപ്പോൾ നമ്മുടെ മുസ്ലിയാരെ കാണൂല, അവിടെ ഓതിയായിരുന്നു. ആ മുസ്ലിയാരുടെ ഓത്ത് എൻ്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞാൻ കാണും. ആ മുതഅല്ലിമാണ് ഇവിടെ വന്നത്. ഉസ്താദ് പറഞ്ഞു വെച്ചെന്ന ആൾ തന്നെയാണ്. ആ കണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചത്. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദിന് ഇനിയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഈ മർക്കസിനെയും ഒരുപാട് നാളുകൾ നയിക്കാനുള്ള ശക്തിയും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.